ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്കിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അവിടെ ചവിട്ടിപ്പിച്ചു. നിങ്ങൾക്ക് അറിയില്ല എന്തിനോ തിരുമ്പാൻ വേണ്ടി വന്നു. ഇത് മെയിൻ ഡോർ, ഇത് സോഫ, ഇത് അഗ്രി സാധനങ്ങൾ. കേൾക്കുന്നുണ്ടോ? പ്ലേസ് ഞാൻ പറപ്പിച്ചിട്ടതാണ്. ഡ്രസ്സൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. എന്നൊരു തിരുമ്പൽ വ്ലോഗ് ആവേണ്ടി എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് ഒരു ഡെയിലി വ്ലോഗ് എടുക്കാമെന്നാണ്. പ്രത്യേകിച്ച് ഒരു വൈബും ഇല്ലാത്ത ദിവസമാണെന്ന്. ഇന്നിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എണീച്ച് കുളിച്ച് മാറ്റി ഇങ്ങനെ ഇരിക്കാം. നമുക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറാം. ഓക്കെ. റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. മെട്ടൊക്കെ വൃത്തിയാക്കാനുണ്ട്. ആണോ, മൊത്തം അലമ്പായി കിടക്കുകയാണ്. കിച്ചണൊക്കെ വന്നിട്ട് കിച്ചണൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ഫുൾ ക്ലീൻ ആക്കി എടുക്കാം. ഇന്നലെ ജുൻഖാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് തേച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാം. ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് നടന്നാലേ ശരിയാവില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ചുൻക ഉറപ്പായിട്ട് എൻ്റെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല, പാവം ഉണ്ടാവില്ലേ. ഞാനൊന്നും കഴിച്ചില്ല. എന്തായാലും ഇപ്പം എന്താ അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഇത് സെറ്റാക്കട്ടെ. എന്നിട്ട് നമുക്ക് വാക്യൂം ക്ലീനർ ഇട്ടൊന്ന് ക്ലീൻ ആക്കാം. ഇതൊക്കെ നമുക്ക് തിരുമ്പാനുള്ളതാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ബെഡ് ജസ്റ്റ് ക്ലീനാക്കി ക്ലീനാക്കി. ഇത് നമ്മുടെ റൂമിൻ്റെ ചാവി. ജുൻഖാൻ അല്ലാണ്ട് കൂട്ടിയിട്ട് പോയതാണ്. വേറെ ചാവിയെ ജുൻഖാനെ കൂട്ടിയിട്ട് പോയതാണ്. ഇത് വെച്ചിട്ട് പുറത്തിറങ്ങും. ഇനി നമുക്ക് നിലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ബാക്കിയൊക്കെ ഏകദേശം സെറ്റായി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടോ ഇതൊക്കെ ഉണ്ട്. ബാത്റൂമിൽ ഞാൻ അടിച്ചു മാറ്റിയതായത്. നിങ്ങളെന്താ വേഗം വന്നേ? വെറുതെ നടക്കി. ഏതായാലും വന്നതാണ്, നമ്മൾ പോയിട്ട് അലക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല നടന്നത്. ആടണ്ട് ബക്കറ്റ്. ചുൻക നേരത്തെ വന്നു. എന്തിനാ നേരത്തെ വന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തിനോ വന്നു, തിരുമ്പാൻ വേണ്ടി വന്നതാണോ ആർക്കറിയാം. അതാ പോവും കേട്ടോ, തിരുമ്പാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ എന്തിനാ വന്നത്. നമുക്ക് എന്തായാലും നമ്മളെ റൂം ലോക്ക് ചെയ്യാം. ഇവിടെ ഗൈസ് വെയിലാണ്. നിങ്ങൾക്ക് എൻജോയ് തലേരുന്നേ. ജുൻക ഓഫീസിൽ നെറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് വന്നാണ്. ആടെന്തോ പണി നടക്കുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് ജുൻഖാൻ്റെ വേറെ റൂമാണ്. തിരുമ്പാൻ വന്നതായിരുന്നു. സോപ്പും പൊടിയില്ല. ചുൻഖാനെ കാണണം. ചുൻഖാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം. വൈകിട്ടൊക്കെ പറഞ്ഞാൽ വന്ന് എന്തിനാണോ. പിന്നെ ഗൈസ്, ഇത് ചുൻഖാൻ്റെ പഴയ റൂമാണ്. കണ്ടു വേണേ നമുക്ക് ഇതിൻ്റെ ഒരു റൂം ടൂർ നടത്താം. ഇത് മെയിൻ ഡോർ, ഇത് സോഫ, ഇത് അഗ്രി സാധനങ്ങൾ, ഇത് വന്നിട്ട് TV. എന്താ ഗൈസ്, ഇവിടെ ചുൻഖാൻ്റെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് റൂം, ബെഡ്റൂം, ഇത് ബാത്റൂം.
കിച്ചൺ കാണണ്ടേ. ഇത് നമ്മൾക്ക് തിരുമ്പാനുള്ള ഡ്രസ്സ് കുറച്ചൊന്നും വാഷിംഗ് മെഷീനിലിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജ്, ഇത് വാഷിംഗ് മെഷീൻ. നമ്മളെ റൂമിൽ വാഷിംഗ് മെഷീൻ ഇല്ല, ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് തിരുമ്പലാണ്. ഇത് കിച്ചൺ. റൂം ടൂർ കണ്ടില്ലേ ഗൈസ്? ഞാൻ വാക്യൂം ക്ലീനർ ഇടട്ടെ. എന്നാല് ഞാൻ റൂം വാക്യൂം ക്ലീനറൊക്കെ ഇട്ട് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. എല്ലാം ചുൻക വന്നിട്ട ചുൻകപ്പ കയറി വരുന്നത് നമ്മൾ ചിന്തിച്ചത് പോലുമില്ല. ഇവിടെ നിന്നൊരു പിമ്പിൾസ്. വാക്യൂം ക്ലീനർ ഇതൊക്കെ റൂം മൊത്തം വൃത്തിയാക്കണം. അപ്പോഴാണ് ഇവ വന്നത്. അതുകൊണ്ട് തന്നെ തിരുമ്പാനുള്ളത് ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്ന് തിരുമ്പിയാലോ വിചാരിച്ചപ്പോൾ ഇവിടെ സോപ്പും പൊടിയില്ല. നമ്മളെല്ലാം ഓൾറെഡി ഇല്ല. അപ്പോൾ സോപ്പും പൊടി വാങ്ങിയിട്ട് വേണം ഇനി തിരുമ്പാൻ. ഓക്കെ ഗൈസ്, ബൈ. മറ്റേ റൂമൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാം. എന്നോട് പോകേണ്ട അവിടെ ഇരുന്നോളാനാ പറഞ്ഞത്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ വന്നതെന്നറിയോ? സോപ്പും പൊടി വാങ്ങാൻ. നേരത്തെ പറഞ്ഞില്ലേ സോപ്പും പൊടി തീർന്നിട്ട് തിരുപ്പാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സോപ്പും പൊടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങുന്നില്ല, കേട്ടോ. കരിഞ്ഞു പോകും. ഇവിടെ പകൽ ഭയങ്കര ഒരു കത്തുന്ന വെയിലാണ്, രാത്രി പിന്നെ ഒരു ഓക്കെ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ജുൻക സോപ്പും പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ കുത്തിരിക്കാം. പോയിട്ട് തിരുമ്പണം, ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇവിടെ AC ഞാൻ പറത്തിച്ചിട്ടതാണ്, കാരണം ചൂട്. കുറച്ചധികം സാങ്കേതിക തകരാറ് മൂലം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. സോ വ്ളോഗ് എടുക്കുന്ന കാര്യം അങ്ങനെ അങ്ങോട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ലിപ്പൊന്നും എടുത്തില്ല. ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിട്ട് കിടന്നുറങ്ങി. ചുൻക 5 മണിക്ക് എണീച്ച് ഓഫീസിൽ പോയി. ഞാനിപ്പോൾ 6 മണിക്ക് ഇങ്ങോട്ട് എണീച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ എടുക്കാണ്ടായിനല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം പറഞ്ഞു വന്നാൽ ഫുഡൊക്കെ ഉണ്ടാക്കി, ഫുഡ് കഴിച്ച്, പിന്നെ അവിടെ ഒരു അങ്കിൾ എന്നെ നോക്കുന്നു. നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. ഇപ്പം ഇങ്ങോട്ട് എണീച്ച് ഇനിയിപ്പം ഞങ്ങൾ നേരത്തെ സോപ്പും പൊടി വാങ്ങി കൊണ്ടുവന്നതിന് അപ്പോൾ ഒരു വട്ടം തിരുമ്പിങ്ങാനി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇവിടെ ആറിടണം. പിന്നെന്താ, പിന്നെ ഇനിയും തിരുമ്പാനുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം, തിരുമ്പാനൊക്കെ എടുക്കണം. അപ്പം ആ ഒരു കുറച്ച് പരിപാടികളുമുണ്ട്. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വാക്യൂം ക്ലീനർ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ക്ലീൻ ആക്കിയില്ല, അത് ചെയ്യാനുണ്ട്. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, മോറി വെച്ചില്ല. ഫുഡ് കഴിക്കാൻ നേരെ പോയി കിടന്നുറങ്ങാം, ഡെയിനുണ്ടായത്. അതുകൊണ്ട് പാത്രമൊന്നും കൈ വെക്കാനായില്ല. പിന്നെ നൈറ്റ് ഞാൻ വെറുതെ ഇരിക്കുകയായിരിക്കും, അതുകൊണ്ട് പിന്നെ അപ്പോൾ ആ പണിയൊക്കെ ചെയ്യാൻ വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പോയി ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കാണിച്ചു തരാം. എന്താ, കിച്ചണിൽ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഒക്കെ നന്നാക്കി വെക്കണം. പിന്നെ അതാ ഫുഡും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറ്, ചുൻക ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ തീർന്നു, എല്ലാം തീർന്നു. നമുക്ക് വേണമെങ്കിൽ രാത്രി കഴിക്കാം. രാത്രി ഞാൻ പത്തിരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഡ്രസ്സൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, കാരണം ആ ഡ്രസ്സ് ചുൻകാൻ്റെതാണ്. അപ്പോൾ നമുക്കത് തിരുമ്പി കൊടുക്കണം. ഇതിൻ്റെ ഡ്രസ്സിനെടുത്ത്
നമ്മളെ റൂം നമ്മൾ പൂട്ടിയിട്ട് അപ്പുറത്ത് പോയിട്ട് തിരുമ്പുക. ചിക്കൻ ഇത് നമുക്ക് തിരുമ്പാനിടാം. 2 വട്ടം കൂടി തിരുമ്പാനിടണം. ഇത് തിരുമ്പിയിട്ട് ഇതിപ്പോൾ ഒരു തിരുമ്പൽ ബ്ലോക്കായി മാറും. എന്തായാലും നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലിടാം. എന്നിട്ടൊരു തിരുമ്പൽ വ്ലോഗ് ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇഷ്ടംപോലെ തിരുമ്പാണ്ട്. വെള്ളം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിരുമ്പി കഴിഞ്ഞത് ചിക്കാനുള്ളതാ. ഇതൊക്കെ തിരുമ്പാനുള്ളതാ. നമുക്ക് തിരുമ്പാം. ഇത് മിനിറ്റ് ഉണ്ട്. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം 20 മിനിറ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് റീലൊക്കെ കണ്ടു കുത്തിരിക്കാം. എന്തായാലും ഇന്നിപ്പോൾ അത് ഫുള്ള് തിരുമ്പി ചിക്കി ഫുൾ സെറ്റാക്കണം. എന്നിട്ട് പോയിട്ട് റൂമൊക്കെ ക്ലീൻ ആക്കണം, പാത്രം കഴിക്കണം, ഫുഡ് ഉണ്ടാക്കണം. അയ്യോ ഫുൾ പണി. ഇന്നെന്താ ഇത്ര പണി അറിയില്ല. പോയൊക്കെ രാത്രി വരെ ടൈമുണ്ട്. ചുരുക്കാനി വരാൻ 10 മണിയാവും. ഇപ്പം സമയം 6-6:30 ഒക്കെ ആയിട്ട്. ഓക്കെ ഗായ്സ്, കിച്ചണും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. വാക്യൂം ക്ലീനർ കുറച്ചൊക്കെ ഇട്ടാൽ കിച്ചൺ കിട്ടിയില്ല. അപ്പോഴേക്കും അത് കേടെന്നല്ല, അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞതെന്തുമാണ്. അപ്പം അത് എനിക്ക് അറിഞ്ഞോട് നന്നാക്കാൻ. ജുൻക വന്നിട്ട് ജുൻക നന്നാക്കി തരും. ഓക്കെ. പിന്നെ അതാ കുറച്ച് പത്തിരിട്ട് നേരത്തെ നെയ്ച്ചോറ് ബാക്കിയുണ്ട്. ഇച്ചിരി ചിക്കൻ കറി ബാക്കിയുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെ മെഷർമെൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ജുൻക വന്നില്ല. വന്നിട്ട് കഴിക്കണം. അപ്പം അത്രയേ ഉള്ളൂ.